നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പം ഇഷ്ടംപോലെ കൊക്ക് ഇന്നലെയൊക്കെ നല്ല മഴയായതപ്പം കണ്ടത്തിൽ മീനുണ്ട് ഇഷ്ടംപോലെ. അപ്പോൾ അത് പിടിക്കാനുണ്ട്. ഇഷ്ടംപോലെ കൊക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ കുറച്ച് പറന്നുപോയി, ബാക്കിയൊക്കെ അവിടെ മീൻ പിടിച്ചുകൊണ്ടിരിക്കുക. കണ്ടത്തിൽ നിറച്ചും വെള്ളമാണ്. അപ്പം വെള്ളം ഉള്ളതുകൊണ്ട് ഒത്തിരി ഉണ്ട് കേട്ടോ, ഒത്തിരി കൊക്കും എല്ലാം ഉണ്ട്. അപ്പം ഇനി വെള്ളം തീരുന്ന വരെ അവർക്ക് ഇഷ്ടംപോലെ മീനുണ്ട് പിടിക്കാനൊക്കെ. അപ്പം രാവിലെ തന്നെ അതെല്ലാം വന്ന് പറന്നിരിപ്പുണ്ട്. കുറേ ഉണ്ടായിരുന്നു, കുറച്ച് പറന്നുപോയി. രാവിലെ ഒരാൾ കളിപ്പാട്ടൊക്കെ എടുത്ത് ഭയങ്കര കൈക്കിട്ട കൊയ്യ അടിയാണ്. രാവിലെ എണീറ്റ് കേട്ടോ. മേതക്കുട്ടി സ്കൂളിൽ ഇപ്പോൾ റെഡിയായി. മൃദുലക്കുട്ടി മമ്മിയുടെ കൈ വഴക്കൊക്കെ ഉണ്ടായിക്കൊണ്ട് ഇരിക്കുക കേട്ടോ. അപ്പോൾ മേതക്കുട്ടിക്ക് പനിയായതുകൊണ്ട് അവൾ മാത്രം ഇന്നില്ല. മതി ഞാനും സ്കൂളിൽ ഇപ്പോൾ റെഡിയായിരിക്കുക. എത്തി കഴിഞ്ഞാൽ ചെറുതായിട്ട് കാഴ്ച തുടങ്ങിയിട്ടുണ്ടോ. കഴിഞ്ഞ ദിവസം പൂവ് ഉണ്ടായിരുന്നു, പക്ഷെ ഇന്നിപ്പോൾ ചെറുതായിട്ട് കായും പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്ത് വഴുതിങ്ങ രാവിലെ മൃദുലക്കുട്ടിയെ കൊഞ്ചിപ്പിക്കുക ചേച്ചി പെണ്ണ. മൃദുലക്കുട്ടി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. എൻ്റെ കമ്മലേ നോക്കുന്ന മൊത്തം. രാവിലെ മധുക്കുട്ടിയുടെ കുസൃതിയാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും ഏത്തപ്പഴം കേട്ടോ. പക്ഷെ എനിക്ക് പുഴുങ്ങുന്നേക്കാളും ഇഷ്ടം ഇങ്ങനെ കഴിക്കുന്ന. പനിയായിട്ട് അമ്മമ്മയായിട്ട് ഭയങ്കര വർത്തമാനമാണ്. പനിയായിട്ടൊന്നും സ്കൂളിൽ വിട്ടില്ല, പക്ഷെ മമ്മിയുടെ ഭയങ്കര വർത്തമാനം കൊണ്ടിരിക്കുക. ഇന്നെൻ്റെ മെയിൻ പരിപാടി ഇവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണം. കാരണം മഴ കാരണം ഇങ്ങോട്ടൊന്നും ഇറങ്ങാനേ പറ്റുന്നില്ല. അപ്പം ഇവിടെ എല്ലാം ഇല വീണ് കിടക്കും. അപ്പോൾ ഇവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കണം. ഇപ്പം മകതിയെ വിട്ട് കഴിഞ്ഞിട്ട് കുഞ്ഞിനെ ഉറക്കി കഴിഞ്ഞിട്ടുള്ള ബാക്കി പരിപാടിയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ കുഞ്ഞ് ഉറങ്ങും നന്നായിട്ട്. അപ്പം ആ സമയത്ത് നിങ്ങൾ ഇതൊക്കെ വൃത്തിയാക്കി എടുക്കാൻ നിർത്തും. ഇപ്പം മഴ കാരണം നിറച്ചും ചപ്പ. മഴ കാരണം ഇറങ്ങാനൊന്നും പറ്റാത്തതുകൊണ്ട് ഭയങ്കര ചപ്പ ഇവിടെ എല്ലാം. അപ്പോൾ കണ്ടത്തെ അവിടെയൊക്കെ നോക്കിയപ്പോൾ നിറച്ച് കൊക്കൊക്കെ വന്നിങ്ങനെ മീനെല്ലാം കുത്തിപ്പറിച്ച് കഴിച്ചുകൊണ്ടിരിക്കും കേട്ടോ. ഇവിടെ എല്ലാം വൃത്തിയാക്കി ഇനി ബാക്കി കുറച്ച് പരിപാടിയുണ്ട്. മേതക്കൂട്ടി അവിടെ എന്നെ നോക്കിയിരിക്കും. അവൾക്ക് പനി കാരണമാണ് ഭയങ്കര വഴക്കാം. അപ്പം ഞാൻ കയറിപ്പോവാം ഇടയ്ക്ക്. അപ്പം എന്നെ നോക്കി വരുവാ. അപ്പം മേതക്കുട്ടിക്ക് പനിയൊക്കെ കുറഞ്ഞു കേട്ടോ. അപ്പോൾ ഇന്ന് വിട്ടില്ല സ്കൂളിൽ, കാരണം നല്ല ചൂടുണ്ടായിരുന്നു രാവിലെയൊക്കെ. ഇപ്പോൾ കുറച്ച് കുറവുണ്ട്. അപ്പോൾ ദേഹമൊക്കെ തുടച്ച് ഡ്രസ്സൊക്കെ മാറി വന്നാൽ ഞങ്ങൾ. അപ്പോൾ ഇപ്പോൾ സ്കൂളിൽ പോകണമെന്ന് എന്നോട് വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുക. ഇന്ന് ഇപ്പം പനിയായതുകൊണ്ട് ഞാൻ വിടാതിരുന്ന. ഇന്ന് മീൻ മേടിച്ചപ്പോൾ മുട്ടയും കിട്ടി. അപ്പോൾ മുട്ട മേതക്കുട്ടിക്ക് ഫ്രൈ ചെയ്ത് കൊടുക്കാൻ ഓർത്തു. അപ്പോൾ ഇത് എല്ലാം പുരട്ടി വെക്കണം. അപ്പോൾ മീൻ മുട്ടയ്ക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി
ഉപ്പ്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് ഞാൻ മസാജ് ചെയ്യട്ടെ. അപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ ഞാൻ കട്ട് ചെയ്തില്ല, കാരണം മേതക്കുട്ടിക്ക് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അവൾ കട്ട് ചെയ്താൽ അവൾ കഴിക്കത്തില്ല ചില സമയത്തെ. മകതി കഴിക്കത്തില്ല, മേതക്കുട്ടിക്ക് വറുത്തെടുക്കുന്നിടത്ത്. അതെല്ലാം പുരട്ടി ഒരു 10-15 മിനിറ്റ് ഞാൻ ഇരിക്കണം. എന്നിട്ട് ഞാനിത് ചെറുതാക്കി ചിലപ്പോൾ കട്ട് ചെയ്യും, ചിലപ്പോൾ അവൾ പറയും കട്ട് ചെയ്യണമെന്ന്. ഉപ്പിക്ക് ഇതുവരെ വറുത്തു ചെയ്യും. കറിയൊക്കെ വെച്ച് നമ്മൾ നല്ല മഴ കേട്ടോ. ഇന്നലെ റെഡ് അലേർട്ടായിരുന്നു, പക്ഷെ ഇന്നലെ മഴ പെയ്തില്ല, പക്ഷെ ഇന്ന് നല്ല മഴ കേട്ടോ. നല്ല രീതിയിൽ മീൻ മുട്ട ഉണ്ടാക്കുന്ന ഇടയ്ക്ക് അത് പൊട്ടിപ്പോയി കേട്ടോ. അതുകൊണ്ട് ചെറിയൊരു അപ്പുറത്തൊക്കെ പറ്റി, ഒന്നും സാരില്ല. ഇത് നന്നായിട്ട് നമുക്ക് മോരിച്ചെടുക്കാം. ചോറ് വിളമ്പി മീൻ മുട്ടയും കൂടെ കുറച്ച് ഇടാം. മേതക്കുട്ടി ചോറുണ്ടു, ഇപ്പം ഞാനും മമ്മിയുള്ളൂ. മുട്ട ഇങ്ങനെ ഏകദേശം അത് വരുന്നുണ്ട്. നല്ല മഴയാട്ടോ. ഇപ്പം മതിയായി ഇനി വിളിക്കാൻ പോകുന്നു ഭയങ്കര പാടായിരിക്കും, അതുപോലെ മഴയാണ്. ഇനി മകതിക്കുട്ടിയെ വിളിക്കാൻ പോകുന്നതാണ് പാട് വരുന്നത്, കാരണം വഴിയൊക്കെ ഇനി എങ്ങനെ നടത്തില്ല. നല്ല മഴ, രാവിലെ തൊട്ടേ നല്ല മഴയാണ്. സ്കൂൾ വിട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര മഴയാണ്. മേതക്കുട്ടി മഴ നോക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി വന്നു. മഴ കണ്ട കുഞ്ഞ്? ഓ, മമ്മിയെ കാണാത്തതുകൊണ്ട് തപ്പി വന്നോളെ. ആ മമ്മി അവൾക്കൊരു ഓമയ്ക്കൊക്കെ ചെത്തി കൊടുത്തു. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് വരുന്ന പരിപാടിയാണ്. നല്ല പനിയായിരുന്നു, ഇപ്പോൾ പനി കുറച്ച് കുറവുണ്ട്. മഴയൊക്കെ മാറിയപ്പോൾ 2 കൃഷ്ണപ്പരുന്ത് വന്ന് തെങ്ങി ഇരിപ്പുണ്ട് കേട്ടോ. ഒരെണ്ണം കൂടെ ഉണ്ട്, അത് പറക്കുന്നുണ്ടോ ഇടയ്ക്കൊക്കെ. അത് കൊക്ക നിന്നു. വേറെ അതുണ്ടോ, അത് കൃഷ്ണപ്പരുന്താ. ഇപ്പോൾ കൊക്കൊക്കെ ഇപ്പം മഴയ്ക്ക് നിറച്ച് മീനുണ്ട്. മീൻ കയറിയിട്ട് മീനൊക്കെ പിടിച്ച് കഴിക്കുക. ഇഷ്ടംപോലെ മീൻ കാണും മിക്കവാറും, കണ്ടത്തില്ലേ. അപ്പോൾ അതിനെല്ലാം കൊത്തിപ്പറക്കി തിന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ പരുന്തൊക്കെ ആണെങ്കിൽ കുറേ കഴിച്ചിട്ട് മടുത്തിട്ട് കയറി ഇരിക്കാൻ തോന്നുന്നു. രണ്ട് ദിവസത്തേക്ക് ഇതുങ്ങൾക്ക് തീറ്റ ഇഷ്ടമുണ്ട് കണ്ടത്തിൽ തന്നെ. മേതക്കുട്ടി ഞാനും കൂടെ മഹതിയെ വിളിക്കാൻ പോവാം. മേതക്കുട്ടിയെ കൊണ്ടുപോകണമെന്ന് കരുതുക, പക്ഷെ മേതക്കുട്ടിയുടെ മഴ കുറച്ച് കുറവുണ്ട്, അതുകൊണ്ട് പിന്നെ കൊണ്ടുവന്ന് ഓർത്തു. ഇവിടെ ഇരുന്നാലും അവൾ കുഞ്ഞായുടെ മമ്മയെ വഴക്കുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൊണ്ടുവന്ന് ഓർത്തുകൊണ്ടിരിക്കുക. അപ്പോൾ മഹതിയുടെ അടുത്താണ് പ്രശ്നമില്ല, കുഴപ്പമില്ല, അടങ്ങിയിരുന്നോളും കുറച്ച് നേരം. ഇന്ന് വേറെ മഴ ഉണ്ടോ? എന്നെ വെള്ളം ഇപ്പോൾ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇപ്പോഴും മഹതിയെ വിളിച്ചുകൊണ്ടേ വന്നു, പക്ഷെ നല്ല മഴയായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.